സംസ്ഥാനത്തെ ആദ്യ കളരി കല്യാണത്തിന് സാക്ഷിയായ അനന്തപുരി. നേമത്തെ അഗസ്ത്യം കളരിത്തറയിലാണ് തിരുവനന്തപുരം നരുവാമൂട് സ്വദേശി രാഹുൽ സുരേഷും ഊക്കേട് സ്വദേശിനി ശില്പ കൃഷ്ണയും വിവാഹിതരായത്. ചെറുപ്പകാലം മുതൽ അഗസ്ത്യയിലെ ശിഷ്യരായിരുന്നു ഇരുവരും. ചുരിക വീശിത്തെളിഞ്ഞ രാഹുൽ സുരേഷിന്റെ കൈകളിൽ പൂത്താലി, ഉറുമി ചുഴറ്റുന്ന ശില്പയുടെ കൈകളിൽ വരണമാല്യം. സംസ്ഥാനത്തെ ആദ്യ കളരി കല്യാണത്തിന് നേമത്തെ അഗസ്ത്യം സാക്ഷ്യം വഹിച്ചപ്പോൾ പഠിച്ചു വളർന്ന കളരിത്തറയിൽ അവർ വച്ചത് പുതിയ ചുവടുകളായിരുന്നു. വധൂവരന്മാർ കളരിത്തറയെ തൊട്ടു വണങ്ങി പരദേവതകൾക്കുള്ള പൂത്തറ വണക്കവും തുടർന്ന് ഗുരുവന്ദനവും നടത്തി. ഒടുവിൽ കാത്തിരുന്ന ശുഭമുഹൂർത്തം. ഞാനും പിന്നെ ഗുരുക്കളിനോട് ഡിസ്കസ് ചെയ്ത് ഗുരുക്കളുടെ അപ്രൂവലാണ്. കാരണം കളരിയിൽ ഒരു വെഡിങ് ഇതുവരെ കണ്ടിട്ടില്ല. ഇതൊരു ഓസ്പീഷ്യസ് പ്ലേസ് ആണ്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു കല്യാണം ഒന്ന് പോസിബിൾ ആണോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ ഇവിടെ അങ്ങനെ നടക്കാമോ എന്നുള്ളത് ഗുരുക്കളുടെ ആ സപ്പോർട്ടോടുകൂടിയാണ് നമുക്ക് ഈ അവസരം കിട്ടിയത് തന്നെ. ഡെസ്റ്റിനേഷൻ വെഡിങ് അപ്പോൾ ഫ്യൂച്ചർ കളരിയിലേക്കാണ്. അപ്പോൾ അങ്ങനെ ഒരു തോട്ടിലാണ് പെട്ടെന്ന് സ്ട്രക്കിംഗ് ആയിട്ട് നമുക്ക് കളരിയിൽ തന്നെ എന്തുകൊണ്ട് പ്ലാൻ ചെയ്തുകൂടാ. അങ്ങനെ വിവാഹങ്ങൾ ഇവന്റ് മാനേജുകൾ കൈകാര്യം ചെയ്യുന്ന കാലത്ത് കളരിക്കും ടൂറിസത്തിനും പുതിയ ഉണർവ് പകരുന്ന കളരി കല്യാണം ഒരു ഇവന്റാക്കി മാറ്റാൻ താല്പര്യമില്ലെന്നാണ് ഗുരു മഹേഷിന്റെ ഭാഷ്യം. ഇതൊരു യുണീക്കായിട്ട് കളരിയിൽ ജീവിതം നയിക്കുന്ന രണ്ടുപേരുടെ ഒരു ആഗ്രഹത്തിന്റെ സബലീകരണം എന്ന് മാത്രമാണ് നമ്മളിപ്പോൾ ഇതിനെ കാണുന്നത്. ഇതൊരു വെഡിങ് ഡെസ്റ്റിനേഷൻ ആക്കാനല്ല ഉദ്ദേശിക്കുന്നത്. കളരിയുടെ ചിട്ടകളിൽ കളരിയുടെ പരിശീലനം തന്നെയായിരിക്കും തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു യുണീക്കായി നിലനിർത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നു. ഒരു മെമ്മറബിൾ മൊമെന്റ് ആക്കാനാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. സ്ത്രീധന പീഡനങ്ങളുടെ കാലത്ത് അധികം സ്വർണ്ണാഭരണങ്ങളില്ലാതെ കല്ലുവച്ച മാലയും രുദ്രാക്ഷവുമൊക്കെയായി വേറിട്ട മാതൃക കൂടിയായിരുന്നു കളരി കല്യാണം. ജനം, തിരുവനന്തപുരം.